ജിമ്മി, നീ വന്നടാ. നോക്ക്. ഞാനിത് അറിഞ്ഞതല്ല. പത്രക്കാർക്ക് ഇത് കൊടുത്തത് ഞാനല്ല. ജിമ്മി, നമ്മൾ നെറുവുകേടുകൾ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കർത്താവിന് നിരക്കാത്തതാ. എടാ, നമ്മുടെ ലിസാമോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലോ എന്ന് നീ ആലോചിച്ചില്ല. ആ പെങ്കൊച്ചിനുമുണ്ട് ഒരു വീടും അപ്പനും അമ്മയും കൂടപ്പറപ്പുകളെല്ലാം. അവൾ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? കാക്കി IPS ഒക്കെ ഉണ്ടെങ്കിൽ അവൾ ഒരു പെണ്ണാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ്. നെറുവേടായി പോയി ജിമ്മി, നെറുവുകേട്. അച്ഛാ, ഞാനിത് അറിഞ്ഞതല്ല. പിന്നെ ആരാ നീ അറിയാതെ ഇത് എങ്ങനെ പത്രക്കാർക്ക് കിട്ടും? അല്ലെങ്കിൽ തന്നെ നീ ഇത് ആര് കൊടുത്തു എന്ന് അറിഞ്ഞിട്ടെന്താ കാര്യം? സത്യമാണോ ഇതൊക്കെ? പറയടാ, എങ്ങനെ ഈ പടം പേപ്പർ വന്നു? ഞാനല്ലേ ജിമ്മിച്ച. ആരാത് കൊടുത്തേ? ജിമ്മിച്ച, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയാം, ആ കൊച്ചൗസേപ്പാ പ്രിന്റ് വന്ന് മേടിച്ചോണ്ട് പോയത്. എന്താ സാറേ, ഗുലാനെ വെട്ടിയോ? ഗുലാനോ? വെട്ടിയോ? മിണ്ടായിരിക്കണം. തോറ്റോ ജയിച്ചോ? സാറ് ജയിക്കണം. എന്താ ജിമ്മി? എന്നാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ കോരാ സാറിനോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, IPS ആയാലും ജില്ലാ കളക്ടർ ആയാലും പുരുഷന്റെ ബലിഷ്ഠമായ കരവലയങ്ങൾ ഒതുങ്ങി കഴിഞ്ഞാ പിന്നെ അങ്കുശമില്ലാത്ത ചാവല്യമേ. സാറ് കളിച്ചോണ്ടിരി, ഞാനത് സമ്പന്നമാവട്ടെ. എന്നതാ സ്വകാര്യം? താനാണ് ഈ ഫോട്ടോ പത്രത്തിൽ കൊടുത്തത്? ഇത് വെറും 50 കോപ്പി അടിക്കുന്ന മഞ്ഞ പത്രം ഇല്ലയോ? ചുമ്മാ അവക്കിട്ട് വരട്ടി ഇരിക്കട്ടെ. കളിച്ച് കളിച്ച് അപ്പന്റെ മീശയ്ക്ക് തീ പിടിപ്പിച്ച് കളിക്കാൻ അടിക്കരുത്. ജിമ്മി, എന്താ തന്തയില്ലാത്തല്ലേ സാറേ ഇവൻ കാണിച്ചത്? അച്ചടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പത്രത്തിന്റെ ചീഫ് എഡിറ്ററെ ഭീഷണിപ്പെടുത്തിയ ഇവൻ അച്ചടിപ്പിച്ചത്. ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചോ? തന്തയില്ലാത്തല്ലോ കാണിച്ചത്. കളി ജിമ്മി, ഞാൻ പറയുന്നത് കേക്ക്. നീ വന്നേ, ഞാൻ പറയട്ടെ. ജിമ്മി, പോട്ടെ. സംഭവിച്ചത് സംഭവിച്ചു. പത്രം അധികം ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. കാലത്തെ തന്നെ അത് മേടിച്ച് കത്തിച്ച് കളയാൻ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം 10,000 1000 കോപ്പി അടിക്കുന്ന പത്രമാണെന്ന് പറഞ്ഞാലും ജിമ്മിച്ചൻ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയല്ലേ. എന്തായാലും ഏതായാലും എണ്ണം കെട്ട ഏർപ്പാടായി പോയി സാറേ. പോട്ടെ, വിട്ടുകളാ. ജിമ്മി ഈശ്വരവിശ്വാസിയാണല്ലേ? ഞാനും ഒരു ഈശ്വരവിശ്വാസിയാണ്. ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ കുമ്പസരിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് എനിക്ക് കുമ്പസരിക്കാൻ പറ്റില്ല. അതിന് തക്ക ഒരു തെറ്റ് ഞാനും ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ അച്ഛനെ ധിക്കരിച്ചു. അച്ഛൻ പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുകയോ ട്രാൻസ്ഫർ വാങ്ങിക്കുകയോ ചെയ്യണമെന്ന്. ഒരു മഞ്ഞപത്രത്തിലെ വാർത്ത കണ്ട് മകളെ സംശയിച്ചല്ല, എന്റെ വിവാഹം നടക്കണമെങ്കിൽ ഞാൻ ജോലി രാജിവെക്കണമെന്ന് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ അച്ഛനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചു.
ഒരു വിവാഹത്തേക്കാൾ വലിയ വില ഞാൻ യൂണിഫോമിന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പോലൊരു പൊളിറ്റിക്കൽ ഡോണിന്റെ മുമ്പിൽ അടിയറ വെച്ചാൽ പിന്നെ ഞാനെന്തിന് ജീവിക്കണം? നിങ്ങൾ തട്ടിത്തൂവിയത് എന്റെ ജീവിതമാണ്. പാവപ്പെട്ട ഒരച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും ആത്മാഭിമാനം. ഒരുപക്ഷെ നിങ്ങളെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ഞാൻ തോൽക്കില്ല. സാർ, സാർ എന്തിന് ഭയക്കണം? ആ പൗലോസ് മന്ത്രി എന്റെ കൈക്കൊതുങ്ങി. സാർ ധൈര്യമായിട്ട് വരണം. കേരള ജനത ധന്യമാവട്ടെ. സാർ വരണം, വന്നാട്ടെ. വരണം. ദേ, എന്റെ ദൗത്യം തീർന്നു. കാര്യം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. രണ്ട് ഗ്രൂപ്പാണ്. പക്ഷേ സാറിനൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾക്ക് പുറമേക്കാരെപ്പടം നോക്കി നിൽക്കാൻ ഒക്കുകയല്ല. അതാ തൂവലവസരം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അതൊരിക്കലും വെറുതെ ആകത്തില്ലേ. കേരള രാഷ്ട്രീയത്തിലെ തങ്ക നിമിഷങ്ങളാന്നേ ഇത്. എന്നെ പ്രതി നിങ്ങൾ രണ്ടാളും ഒരു കൂരക്കിടിയിൽ ഇങ്ങനെ കൂടിയതിൽ ഞാൻ ധന്യനാണേ. ഒപ്പം കേരള ജനതയും ധന്യമാകുമേ. വിധി വരുന്നിടം വരെ രാജിവെച്ച് പുറത്തു നിൽക്കാനാ CM പറയുന്നത്. എന്നാത്തിന് കേസ് വിധിയാകുമ്പോഴാ സാറ് കുറ്റക്കാരനാണോ അല്ലോ എന്ന് തീരുമാനിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാർ. ഒരു കണക്കിന് കർത്താവ് തമ്പുരാൻ ഈ കേസ് നല്ലതിനായിട്ട് കൊണ്ടുവന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 14 വർഷമായിട്ട് അകന്നു കഴിഞ്ഞ് നമ്മൾ ഒന്നിക്കാനുള്ള അവസരമായത് അത് അയാൾക്ക് കഴിക്കുന്ന കാര്യമാണ്. ആർക്കാ? CM-ന്. നമ്മൾ ഒന്നിച്ചു നിന്നാ പിന്നെ MLA-മാർ മൊത്തം 40 പേരാവും നമുക്ക്. ഔസേപ്പ് പറഞ്ഞെങ്കിലും പൗലോസ് ഇങ്ങനൊരു നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാ ഞാൻ കരുതി. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന. കോര സാറും ഈ പൗലോ സാറും പിന്നെ അമ്പാറ ദേവസ്യയും ഒപ്പം ഞാനും ഒക്കെ ചേർന്നിരുന്ന് ഇങ്ങനെ എല്ലിട്ട് വേവിച്ച കപ്പ തിന്നുന്നു. നാട്ടകം ഗസ്റ്റ് ഹൗസിലാണോ, ചങ്ങനാശ്ശേരി കണ്ണമ്പാറയുടെ വീട്ടിൽ വെച്ചാണോ, അതോ കോര സാറിന്റെ സ്വന്തം വീട്ടിലാണോന്ന് മാത്രമേ ഉള്ളൂ സംശയം. എവിടെയായിരുന്നാലും നമ്മൾ യോജിക്കുമെന്നുള്ളതിന്റെ സൂചന തന്നെയായിരുന്നു ആ സ്വപ്നം. ഫലവത്താകുവോ? ഫലവത്താകും. സാറ് വെല്ലജാതി ആ കേസിൽ നിന്ന് ഊരാൻ നോക്ക്. ഒരു സാക്ഷി നമ്മുടെ ആ ജിമ്മി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അപ്പനാണെന്നല്ലേ പറഞ്ഞു? അല്ലാണോ തോലെ? അതെ. മിസ്റ്റർ മാത്യു വർഗീസ്, റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അറക്കൽപ്പടി, അർണാട്ടുകര, തൃശൂർ പേരൂർ, കേരള, സൗത്ത് ഇന്ത്യ, പിൻ 68001 എന്ന മത്തായി സാർ. ഇത് മുന്നിൽ കണ്ടോണ്ടാ സാറ് ജിമ്മിനെ കൊണ്ട് അതിയാന്റെ മോളെ കെട്ടിക്കാമെന്ന് വെച്ചത് അല്ലേ? അതിനും വഴിമരുന്നിട്ടവൻ ഞാനല്ലേ. എന്നിട്ട് അവൻ മുഖാന്തരം തീർക്കാൻ പറ്റുമോ? ഇത് അവ മുഖാന്തരമേ തീർക്കാൻ പറ്റൂ, പറ്റണം. പക്ഷെ കോര സാറിനോട് എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട്. പണ്ട് പൈനാവി എന്നൊരു തോമസ് മാത്യുവിനെ സാറ് വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം അവൻ സാറിന് തന്നെ ഭാര്യ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവനും ഈ ജിമ്മി. അവൻ വളർന്നു വന്ന അത് നമ്മക്ക് ഓക്കാക്കേടാ. ആ ബാറിന്റെ പ്രശ്നം അവൻ അതിൽ തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അവനെ നിർത്തിക്കൊണ്ട് നമ്മൾ തമ്മിൽ കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലെനിക്ക് ഇത്തിരി മനസ്താപമുണ്ട്. ഇത് തന്നെ കോര സാറിന്റെ അഭിപ്രായം. സീറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവൻ സാറിന്റെ നേരെ കൈ ചൂണ്ടി വർത്താനം പറഞ്ഞു തുടങ്ങി. പൗലോസ് പറഞ്ഞ കാര്യത്തിൽ ഇടപെടിയുന്നൊരു തീരുമാനമെടുത്താൽ അത് നമുക്ക് കേടാ. അതിനെ കുറിച്ച് നമുക്ക് സാവകാശം ആലോചിക്കാം. എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആവട്ടെ. രാജിയുടെ കാര്യത്തിൽ സാർ ഒന്നുകൊണ്ടും പേടിക്കണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുമ്പോ ഞങ്ങൾ സാറിന്റെ ഒപ്പം ഉണ്ടാവും. കോര സാർ കാറയിലോട്ടിരുന്നാട്ടെ. ലയനം ഉറപ്പാക്കാമോ? കേരള ജനതയെ ധന്യമാക്കൂ. തൂവല് പോ.